മക്കളെ, നമ്മൾ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി, കുറച്ച് ഫോർമുലാസ് ഒക്കെ പിടികിട്ടി. ഇനി നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ 2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x+3 ഹോൾ ക്യൂബ്. നമ്മൾ എങ്ങനെ പറയും? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഇതിലേത് ആണ്? x+3 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? അതിൻ്റെ ഫോർമുല എന്താ? a+b ഹോൾ ക്യൂബ്. a³ + b³ + 3ab × a+b. നമ്മൾ മറന്നുപോയില്ല. അപ്പോൾ x+3 ഹോൾ ക്യൂബിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ x³ + y³ + 3x × 3 × x+3 അല്ലേ? എക്സിന് എക്സ് തന്നെയാണ്, വൈക്ക് പകരം 3 ആണ് വന്നേക്കണേ. അപ്പോൾ s³ + y³ എന്ന് പറഞ്ഞാൽ 3³ വരും, y³ എന്ന് പറഞ്ഞാൽ 3³ വരും, പ്ലസ് 3 × എക്ക് പകരം ഇവിടെ എക്സ് ആണ്, ബിക്ക് പകരം ഇവിടെ 3 ആണ്, ഇൻറ്റു a+b. a³ + b³ + 3ab × a+b. പക്ഷേ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നോക്കേണ്ട കാര്യമില്ല. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് 3 × 3 × എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ nx എന്ന് വരും. nx × x+3. ലാസ്റ്റ് നോക്കിയേ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² വരും. അപ്പോൾ അതും നോക്കേണ്ട കാര്യമില്ല. നമ്മളോട് എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് ചോദിച്ചേക്കണേ. അപ്പം ലാസ്റ്റ് nx × 3 എന്ന് പറയുമ്പം 27x എന്ന് ലാസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഏതായിരിക്കും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്? ദാ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 27. Therefore the answer is A. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വളരെ ഈസി ക്വസ്റ്റ്യൻ. സീറോസ് ഓഫ് പോളിനോമിയൽ x² - 2x. നമുക്ക് സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം 2-3 പ്രോബ്ലംസ് ചെയ്തതാണ്. അതായത് x² - 2x സീറോ കണ്ടുപിടിക്കാൻ വേണ്ടി x² - 2x = 0 എന്ന് കൊടുത്താൽ മതി. എക്സ് കോമൺ എടുത്താൽ x × x - 2 = 0 എന്ന് വരും. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് x = 0 എന്ന് വരും, x - 2 = 0 എന്ന് വരും. അപ്പോൾ x = 2 എന്ന് വരാം. x - 2 0 ആണെങ്കിൽ x 2 ആണ്. അപ്പോൾ x 0-ഉം x 2-ഉം വന്നാൽ അത് രണ്ടും സീറോസ് ഓഫ് ദി പോളിനോമിയൽ ആവും. നോക്കിയേ, എക്സിന് 2 വരാം, എക്സിന് 0 വരാം. അപ്പോൾ നമുക്ക് സീറോസ് ഓഫ് അവർ ഗിവൺ പോളിനോമിയൽ ഈസ് 2 and 0. Therefore our answer is B.